മ്യാൻമറിൽ മനുഷ്യക്കടത്തിൽ കുടുങ്ങിയ വിഷ്ണുവിനെ ഇന്ത്യയിൽ സൈബർ തട്ടിപ്പ് നടത്തുന്ന ചൈനീസ് കമ്പനിയാണ് കൊണ്ടുപോയത് എന്ന് കുടുംബം. തായ്ലൻഡിലെ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് എന്ന ജോലി പറഞ്ഞാണ് വിഷ്ണുവിനെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. തായ്ലൻഡിൽ നിന്ന് വിഷ്ണുവിനെ മ്യാൻമറിലെ നിഗൂഢ സ്ഥലത്തേക്ക് മാറ്റി. വിഷ്ണുവിനെ അടിയന്തരമായി നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തായ്ലൻഡിൽ ജോലിക്കെന്ന് പറഞ്ഞ് കൊല്ലം സ്വദേശിയായിട്ടുള്ള വിഷ്ണുവിനെ തൊഴിൽ തട്ടിപ്പിനിരയാക്കിയിട്ട് ഇപ്പോൾ 2 മാസം പിന്നിടുന്നു. ആ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി കുടുംബം NK പ്രേമചന്ദ്രൻ MPയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. NPയുടെ സഫലമായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഒരു തട്ടിപ്പിനിരയായത്? ഇത് നടക്കണമെന്ന് പറഞ്ഞാൽ ജോർദാനിലേക്കുള്ള വിസ എന്ന് പറഞ്ഞിട്ടാണ് ഇവന് വിസ വന്നത്. വിസ വന്നിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് പറയുന്നത് അവിടുത്തെ ഒരു വിസയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, തായ്ലൻഡിലേക്ക് ഒരു ജോലിയുണ്ട്. അത് ജോലി എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ജോലിയാണ്, ഒരു ഹോട്ടലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം ഒരു 2-3 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യങ്ങളത്. പോയി കഴിഞ്ഞ് ബാങ്കോക്കിൽ എയർപോർട്ടിലാണ് ചെന്ന് വിട്ടത്. എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വണ്ടിയിൽ നിന്നിട്ടൊരു 8 മണിക്കൂർ യാത്ര ചെയ്താണ്ടാണ് ഇവനെ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഇവൻ വിചാരിച്ചിരിക്കുന്ന ഇവൻ തായ്ലാൻഡ് ബോർഡറിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. 2 ആഴ്ച അവിടെ നിന്ന് ഇത് കഴിഞ്ഞപ്പം ജോലിയിലോട്ട് കയറിയപ്പോഴാണ് ഇത് ഹോട്ടൽ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതൊരു കോളിംഗ് പരിപാടിയാണ്. നമ്മുടെ ഒരു ചൈനീസ് കമ്പനിയാണ്, ഇന്ത്യയിലുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കമ്പനിയാണെന്ന് പറയുന്നത്. അതായത് അവർ കോൾ ചെയ്ത് ഇന്ത്യയിലുള്ള ഫോൺ നമ്പർ കൊടുക്കും, അതിനകത്തിട്ട് വിളിച്ചിട്ട് സ്കാം ചെയ്യുന്നത്. സൈബർ തട്ടിപ്പ് പോലെയാണോ? അതെ, സൈബർ തട്ടിപ്പ് പോലത്തെ പരിപാടി തന്നെയാണ്. ഈ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെന്തെങ്കിലും പൈസ അവർ ആവശ്യപ്പെട്ടിരുന്നോ? മോചന ദ്രവ്യമായിട്ട് എന്തെങ്കിലും? അത് അവരെ ആദ്യം ഒരു $3000 കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അവരുടെ ബോസ് ഇവനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് 5 ലക്ഷം രൂപ കൊടുക്കണം. ഇന്ത്യൻ മണി 5 ലക്ഷം രൂപ, അതായത് $5000 പറഞ്ഞത്. ഇന്ത്യൻ മണി 5 ലക്ഷം അവർ തരുന്ന ഒരു 3 അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവർ തരുന്ന 3 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതും ഇന്ത്യൻ അക്കൗണ്ടുകളാണ്. ഒന്ന് ഒരു UP ബാങ്കും, പിന്നെ ഒരു പഞ്ചാബ്, പിന്നെ ഒരു ഹരിയാന ബാങ്കുകളാണ് തരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കയ്യിലിരിപ്പുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഇവനെ മ്യാൻമാറിൽ നിന്ന് അവിടുന്ന് കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്ത് ഇപ്പം ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവൻ മ്യാൻമാർ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് തായ്ലാൻഡിലെത്തി. ഇപ്പം കോടതിയിലാണെന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതായത് വലിയൊരു തട്ടിപ്പ് സംഘമാണ്. മലയാളികളുണ്ട് അതിനകത്ത്? മലയാളികളുണ്ട്. ഒരു ചേട്ടൻ തിരുവനന്തപുരം സ്വദേശിയുണ്ട്. അത് ഒരു 20 ദിവസമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കരുനാഗപ്പള്ളിയിലെ ട്രാവൽ ഏജൻസി അല്ലേ നിങ്ങളെ കൊണ്ടുപോയത്? അവർ ഈ തട്ടിപ്പിന് പിന്നിലുണ്ടോ? അവരുടെ കയ്യിലാണ് പൈസ കൊടുത്തിട്ട്, അവൻ പറയുന്ന ഡീറ്റെയിൽസ് ആണ്, അവരുടെ കയ്യിലാണ് പൈസ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. കരുനാഗപ്പള്ളിയിലുള്ളൊരു സ്വദേശിയായിട്ടാണ്, അവരുടെ കയ്യിലാണ് ഈ പൈസ എല്ലാം കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. അവരാണെല്ലാം റെഡിയാക്കി കൊടുത്തത്, വിസയും ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്തവരാണെന്നാണ് പറയുന്നത്.